പാലക്കാടേക്ക് പോവുകയാണ്. പാലക്കാട് അവിടെ കോൺഗ്രസ് പ്രവർത്തകർ, അവിടുത്തെ ശോഭാ സുരേന്ദ്രന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച കോൺഗ്രസിന്റെ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് ഭാഗമായി അവരെക്കാൾ പക്വതയും വിവേകമുള്ള ആളുകളാണ്. കാരണം അവരുടെ അടുത്ത് നിങ്ങൾ അഭിപ്രായം ചോദിക്കാൻ വേണ്ടി പോയപ്പോൾ തന്നെ കണ്ടത് എല്ലാവർക്കും അറിയാം. ഇതേ തന്നെയാണ് ഈ ഒരു സംഭവം കയ്യോടെ പിടിക്കപ്പെട്ടപ്പോഴുള്ള ജാള്യതയാണ് അവരുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അവർ ആദ്യഘട്ടത്തിൽ ഇത് അറിഞ്ഞിട്ടില്ല. അവരുടെ കൂടെ അവരുടെ വാഹനത്തിലിരുന്ന സ്ത്രീ പണം നൽകി, ആ പണം നൽകുന്നത് ഞങ്ങൾ കയ്യോടെ ചിത്രീകരിച്ചു എന്നുള്ള കാര്യം അവരറിഞ്ഞതിന് ശേഷമാണ് അവരിങ്ങനെ കാറിലുണ്ടായിരുന്നുള്ളൂ. ആ വീഡിയോ ഫുള്ളായി കാണൂ നിങ്ങളെല്ലാവരും. ആ വീഡിയോയിൽ തന്നെ ഉണ്ടല്ലോ ഈ ശോഭാ സുരേന്ദ്രൻ ഞങ്ങളുടെ കാറിൽ അല്ലല്ല പുറമേ നിന്ന് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ടല്ല പിന്നീട് അവർ മുഖത്തേ വന്നിട്ടില്ലല്ലോ. മുഖതാവിലേക്ക് അവർ വരാതിരിക്കാൻ കാരണം അവർ പുറമേ ഉള്ളതായതുകൊണ്ടാണ്, പുറത്തുള്ളവരായതുകൊണ്ടാണ്. ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്ന വീഡിയോയിലെല്ലാം ഉണ്ട്, അവരുടെ വീഡിയോയിലും ഉണ്ട്. കോൺഗ്രസ് പാർട്ടിക്ക് അതിന്റെ ആവശ്യമേ ഇല്ല. പാലക്കാട്ടില് വിജയിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് ഇത്തരത്തിലൊരു ആവശ്യമേ ഇല്ല. ഇവിടെ കണ്ടു, അത് അവിചാരിതമായി കണ്ടൊരു സംഗതി ആയതുകൊണ്ട് എടുത്തു. അല്ലാണ്ട് അവര് പറയുന്ന പോലെ സീറ്റിലിരിക്കുന്നതും കൂടെ നടക്കുന്നതും എല്ലാ വീഡിയോ എടുക്കേണ്ട കാര്യമില്ലല്ലോ ഇതിനകത്ത്. അവരെ കാറിന് നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും കാറിലിരുന്ന് അവരോട് മോശമായിട്ട് പെരുമാറിയോ? നിങ്ങൾ ദൃശ്യങ്ങൾ എടുക്കുക മാത്രമാണോ ചെയ്തത്? ആ സമയത്ത് അവിടെ ഉണ്ടായിട്ടില്ല. ഒരു മണിക്കൂർ മുന്നേ ശോഭാ സുരേന്ദ്രന്റെ വാഹനത്തെ നിങ്ങൾ ഫോളോ ചെയ്തു? അവര് പറഞ്ഞത്, ഇറങ്ങിയതും പറയുന്നത് തന്നെ 3 ദിവസമായി നിങ്ങൾ ഫോളോ ചെയ്തു എന്നാ പറഞ്ഞത്. ഇന്നലെ ഞങ്ങള് കൊട്ടിക്കലാശത്തിന്റെ പിറകില, രാവിലെ ഞങ്ങൾ സ്ക്വാഡ് വർക്കില്ല, ഇന്ന് രാവിലെ ഞങ്ങൾ വാർഡിൽ തന്നെയാണ് പരിപാടികളിലുള്ളത്. ആ വാർഡിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് അവിചാരിതമായി ഇത് കണ്ടത്. 3 ദിവസമായി ഈ കൂടിയിരിക്കുന്ന അവർ പറയുന്ന കുട്ടി 3 ദിവസം അവരെ പിറകിലാണ്. അവരെ പിറകിൽ പോകേണ്ട യാതൊരു കാര്യമില്ല. അവര് തെളിയിക്കണം. അത് അത്തരത്തിലൊരു ആരോപണം അവർ തെളിയിക്കണം. അതവർ പറയേണ്ടതാണ്. അതൊന്നുമില്ല, അത് വീഡിയോ എടുത്തത് ആ പയ്യനാണ് എന്ന് കൂടിയിരുന്ന പൈസ കൊടുത്ത സ്ത്രീ പറയണ്ടായി. അതിന്റെ ക്ഷോഭമാണ് അദ്ദേഹത്തോട് പെരുമാറിയുള്ളത്. അല്ല, ഒന്നല്ല, കേസിലൊക്കെ പ്രതിയാണ്. അതിപ്പോൾ ആദ്യമായിട്ട് പ്രതിയാവുന്നൊന്നുമില്ലല്ലോ. ഞാൻ വിക്ടോറിയ കോളേജിൽ പഠിക്കുന്ന 2002 കാലം മുതൽ ഞാൻ പ്രതിയാണ്. അത് കുഴപ്പമൊന്നുമില്ല. നിങ്ങളോട് ദൃശ്യങ്ങൾ എടുക്കുന്ന സമയത്ത് എന്നോട് ആദ്യം തന്നെ പറഞ്ഞത് ഞങ്ങളുടെ വണ്ടിനെ തടുക്കുകയും, ഞങ്ങൾ പാസ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ വണ്ടിനെ തടുക്കുകയും ചെയ്തിട്ട്, അപ്പോൾ ഞങ്ങൾ പറയുണ്ടായി, ഞങ്ങൾ തടുത്തതും പറഞ്ഞു പൈസ കൊടുത്ത് വോട്ട് ചോദിക്കുന്നത് ശരിയായ ഒരു നയമല്ല. ആ വീഡിയോ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അയച്ചു തന്നാണ്. ആ വീഡിയോസ് പരിശോധിച്ചാൽ തന്നെ കാണാം. അതിനുശേഷം ശോഭ ചേച്ചി, ഇപ്പോഴും ഞാൻ പറയുന്നത് ശോഭ ചേച്ചി, എൻ്റെ അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയായിട്ടാണ് കണക്കാക്കുന്നത്. അതെ, ഞങ്ങളോട് സംസാരിക്കുമ്പോൾ ഇല്ല, എന്നോട് അങ്ങനെയൊന്നും സംസാരിച്ചില്ല. വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എന്നോട് വന്ന് നിങ്ങൾ എന്തിനാ വീഡിയോ എടുക്കുന്നത്? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഈ ഒരു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ആ സ്ഥാനാർത്ഥിന്റെ കൂടെ ഞാൻ വീഡിയോ, ശോഭ ചേച്ചിന്റെ വീഡിയോ കുറച്ച് മുമ്പ് കാണുകയുണ്ടായി. 3 പേരെ ആ വണ്ടിയിൽ സഞ്ചരിച്ചിട്ടുണ്ടെന്ന്. ഞാൻ അയച്ചു തന്ന വീഡിയോയിൽ ഉൾപ്പെടെ 4 പേര്, ആ പൈസ കൊടുത്ത സ്ത്രീ ഉൾപ്പെടെയുള്ള ആൾക്കാർ 4 പേര് ആ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണുകയുണ്ട്. ഡ്രൈവർ ഉൾപ്പെടെ 4 പേര് അതിലുണ്ട്. അപ്പം ഞാൻ എൻ്റെ വിത്ത് പ്രൂഫ് ഞാൻ ഇപ്പോൾ വേണം നിങ്ങൾ കാണിച്ചു. ആ സ്ത്രീ കൂടിയുള്ള ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ട്. ഈ ഫോട്ടോയിൽ കാണുന്ന സ്ത്രീയാണ് അവർ ആ വണ്ടിയിൽ ഇല്ല എന്ന് പറഞ്ഞു. അതിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും ആ ശോഭ ചേച്ചി എത്രത്തോളം കള്ളമാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മുടെ പാലക്കാടിൻ്റെ ഘടന അനുസരിച്ച് നമ്മൾക്ക് ഒരാളിനെ പൈസ കൊടുത്ത് വോട്ട് ചെയ്യിപ്പിച്ച് കോൺഗ്രസ്സുകാർക്ക് അങ്ങനെ ഏത് സംഘടന അല്ലെങ്കിൽ ഏത് പാർട്ടിക്കാരനെയും പേര് വരുത്തേണ്ട കാര്യം ഞങ്ങൾക്കില്ല. പിന്നെ രണ്ടാമത് ഞങ്ങളുടെ വണ്ടി അവരുടെ വീഡിയോയിൽ ശോഭ ചേച്ചിയോട് ഞങ്ങൾ ആദ്യം കാറിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്. പൈസ 1-2 വീടുകളിൽ കൊടുക്കുന്നു, ആ വീട്ടിൽ കൊടുത്ത് ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ട്, ഇത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് എന്താ, ഇവരുടെ ബന്ധുവാണ്, അതുകൊണ്ടാണ് പൈസ കൊടുത്തത്. ആ ഒരു വാചകം പോരെ ശോഭിച്ചിട്ട് ഇങ്ങനെ നുണ പറയുന്നത്? ആ ഒരു വാചകം കൊണ്ട് തന്നെ പറഞ്ഞല്ലോ വീഡിയോയില്. അവർ പറയണ്ടല്ലോ അവര് ബന്ധു ആയതുകൊണ്ടാണ് കൊടുത്തത്. ആറ്റിങ്ങിലോ മുംബൈയിലോ മറ്റെയാണോ ആ സിനി പറഞ്ഞ സ്ത്രീ താമസിക്കുന്നത്, പൈസ കൊടുത്തത്. ഞങ്ങളത് അന്വേഷിക്കുന്നുണ്ട്, ആരാന്നുള്ളത് അന്വേഷിക്കുന്നുണ്ട്. അല്ലല്ല, അത് 100% ഉറപ്പാണ്. ദേവുഅമ്മയ്ക്ക് ഇങ്ങനെ ഒരു ബന്ധുവില്ല കാര്യം എനിക്കറിയാം. ഞാൻ അടുത്ത വാർഡ് മെമ്പർ ആയിരുന്ന ആളാണ്. ദേവുഅമ്മയ്ക്ക് അങ്ങനെ ഒരു ബന്ധുവില്ല. അവരൊരു നിസ്സഹായത കൊണ്ട് ഇവർ പൈസ കൊടുത്തത് ഒരു വാങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. അവരതിൽ പ്രായശ്ചിത്തം അവർ ചെയ്യുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അതൊക്കെ സ്വാഭാവികമായിട്ടും ഭയപ്പെട്ടിട്ട് തന്നെയല്ലേ ചെയ്യുക. അല്ല, അങ്ങനെ വ്യക്തമായിട്ട് രാഷ്ട്രീയമുള്ളവരൊന്നുമല്ല, ആരൊന്നുമില്ല. അപ്പോൾ ശോഭ ചേച്ചി ആ പറഞ്ഞ ആദ്യം ഞങ്ങൾ സംഭാഷണം തുടങ്ങുന്ന വീഡിയോയിലുണ്ട്. അപ്പോൾ തന്നെ പറയുന്നുണ്ട് പൈസ കൊടുത്തത് പിന്നെ അവരുടെ ബന്ധുവായതുകൊണ്ട് കൊടുത്താന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമുള്ളവരല്ലല്ലോ. അവരെയൊക്കെ നമ്മൾ വളരെയധികം ബഹുമാനിക്കുന്ന സ്ത്രീയല്ലേ. അവരെന്ത് കയ്യേറ്റം ചെയ്യേണ്ട കാര്യം? അങ്ങനെ അത് ചെയ്യാൻ വന്നിരുന്നു, അത് അത്രേ ഉള്ളൂ. അതിന്റെ കാര്യം ഈ തെളിവ് ഈ മൊബൈലിലായതുകൊണ്ടാണ്.
പരാതി കൊടുക്കുന്നത് ആ വിഷയത്തിലാണ് പരാതി കൊടുക്കുന്നത്. വിനേഷ് ഈ സ്ത്രീകളെ എല്ലാം ഈ ഇതിനു വേണ്ടി ഇറക്കിയെന്ന് പറയുന്നത് വിനേഷ് ഒരു വെല്ലുവിളിക്കണോ കാര്യമില്ല, അതിൻ്റെ ഒരു ആവശ്യമില്ല. അവിചാരിതമായി ജനാധിപത്യ വിരുദ്ധമായ ഒരു കാര്യം കണ്ടു, അത് നമ്മൾ റിപ്പോർട്ട് ചെയ്തു, വിവരം അറിയിച്ചു, അത്രയേ ഉള്ളൂ ഇതിൽ. അല്ലാണ്ട് അവരോട് വേറെ വിരോധമൊന്നുമില്ല. എനിക്ക് വന്ന കോളുകൾ അവർ പരിശോധിച്ചിട്ട്, അവരിലല്ലേ ഗവൺമെൻറ്റുള്ള, പരിശോധിച്ചിട്ട് എനിക്ക് ഏത് മാധ്യമപ്രവർത്തകനാണ് ഈ വിഷയത്തിന് മുൻപ് ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകനെ വിളിച്ചിട്ടൊന്ന് തെളിയിക്കട്ടെ, ശേഷം ആവാലോ. മുൻപ്